വിശദമായി നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ ഇളവുമായി മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിൽ 3 ടേം നിബന്ധന ഉണ്ടാകില്ല. പ്രാദേശിക തലത്തിൽ പ്രധാന നേതാക്കൾക്ക് ഇളവ് നൽകാമെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ 3 ടേം ജനപ്രതിനിധികളായവർക്ക് ഇളവില്ല. തെരഞ്ഞെടുപ്പിനായുള്ള പാർലമെന്ററി ബോർഡുകളിലേക്ക് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനും ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, എന്താണ് ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തതിന് കാരണം? ദിവ്യ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ 3 ടേം എന്നത് കർശനമായി തന്നെ പാലിച്ചിരുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ തുടർച്ചയായി 3 തവണ മത്സരിച്ചവർക്ക് ഇനി ഒരു അവസരമില്ല. അവർ 3 ടേം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് വ്യവസ്ഥ കർശനമായി തന്നെ നടപ്പാക്കിയിരുന്നു. അതിൽ പല പ്രദേശത്തും ആൾക്കാർ ഇളവിന് വേണ്ടി ആവേശമെങ്കിൽ പോലും നൽകിയിരുന്നില്ല. കർശനമായി തന്നെ നടപ്പാക്കിയിരുന്നു. പലരും അങ്ങനെ പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രമായി മത്സരിക്കുക, അങ്ങനെ പല കാര്യത്തിലും നടന്നിരുന്നു. അതേസമയം ഇത്തവണ ആ ഒരു ടേം വ്യവസ്ഥ തുടരുമെന്നുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് 3 ടേം മത്സരിച്ച ആൾക്കാർക്ക്, കഴിഞ്ഞ മാറിയുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ 3 ടേം ആൾക്കാരാണെങ്കിൽ പോലും, പ്രാദേശിക സാഹചര്യം അനുസരിച്ച് അയാളുടെ സാന്നിധ്യം, അയാൾ മത്സരിക്കുന്നത് വിജയസാധ്യത സ്വാധീനിക്കുമെന്ന് അവിടുത്തെ ഘടകങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അനുമതി നൽകാമെന്നുള്ളൊരു ഇളവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് 3 ടേം മത്സരിച്ചവർ തന്നെ അയാൾ തന്നെ അവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ, ഏതെങ്കിലും വാർഡിൽ മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ളത് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി, മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ആവശ്യമാണെന്ന രീതിയിൽ അവിടുത്തെ ഘടകങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അനുമതി നൽകാമെന്നുള്ളൊരു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാർക്കും അയച്ചുള്ള കത്തിലാണ് സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 3 തവണ തദ്ദേശ ജനപ്രതിനിധിയായി മെമ്പറായി വിജയിച്ച ആൾക്കാർക്ക് ഈ ഇളവ് ബാധകമല്ല. 3 തവണ വിജയിച്ചവർ എന്തായാലും മാറി നിൽക്കണം. അതേസമയം 3 തവണ മത്സരിച്ചവർക്ക് ഇനി 4ാമത് ഒരു തവണ മത്സരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ മാറിയിട്ടുണ്ട്. പ്രാദേശിക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് അവിടുത്തെ ഘടകങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു മാറ്റമായി ടേം വ്യവസ്ഥയിൽ ഇളവായി വന്നിരിക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ഇളവാണ്. കാരണം മാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 3 ടേം ഇളവ് ഇത്തവണയും ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകളായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വന്നത് എന്ന കാര്യത്തിൽ ലീഗ് കേന്ദ്രങ്ങൾ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ വിജയം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ മണ്ഡലത്തിൽ മത്സരിക്കണം, വിജയ സാധ്യത ഉണ്ട് അയാൾ ഉണ്ടെങ്കിൽ, കിട്ടുമെന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ 3 ടേം വ്യവസ്ഥ എന്നൊരു നിബന്ധന അതുകൊണ്ട് മാത്രം അയാളെ മാറ്റി നിർത്തേണ്ടതില്ല. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും വളരെ ടൈറ്റായ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ പേരിൽ ആളെ മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ ഈ ഒരു നിബന്ധന, അതായത് അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലാണെങ്കിൽ മറ്റൊരാൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആളെ നിർത്താം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ കർക്കശമായി നടപ്പാക്കിയ ടേം വ്യവസ്ഥയിൽ ഒരു ഇളവ് വന്നിരിക്കുകയാണ്. അത് വിജയസാധ്യതയ്ക്ക് അനുസരിച്ച് വേണമെങ്കിൽ ഇളവ് നൽകാം, നിബന്ധനകൾക്ക് വിധേയമായി നൽകാം. മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് എല്ലാ ജില്ലകളുടെയും ഈ പാർലമെന്ററി കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പാർലമെന്ററി ബോർഡുകളിലേക്ക് വനിതാ പ്രാതിനിധ്യം എല്ലാ ജില്ലകളിലേക്കും ഒരു വനിതകളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വനിതകളുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകളൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല, ഇത്തവണ അത് വനിതാ ലീഗിന്റെ കൂടി ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ഈ പാർലമെന്ററി ബോർഡുകളിലേക്ക് വനിതകളുടെ പ്രാതിനിധ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ടേം വ്യവസ്ഥയിൽ മുസ്ലിം ലീഗ് ഇളവ് നൽകുന്നത്. 3 തവണ ജനപ്രതിനിധികളായവർക്ക് ടേം വ്യവസ്ഥ ബാധകമാകും. അല്ലാത്തവർക്ക് ഇളവ് നൽകാനാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.